ഇനി ഡയോസ് മാജിക് അവൻ പവർഡ് ബൈ ക്രസ്റ്റൻ ക്രമിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു മധുരമാണ്. മധുരം എന്ന് പറഞ്ഞാൽ ഇതൊരു മധുര പലഹാരമാണ്. ഇത് വേണമെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ട് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാൻ ഒരു സ്നാക്ക് ഐറ്റമായിട്ട് ഉണ്ടാക്കാം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. ഉണ്ടാക്കാൻ വളരെ എളുപ്പം, വളരെ കുറച്ച് ചേരുവകൾ മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളും കുറച്ച് ചേരുവകൾ കൊണ്ട് എത്ര രസകരമായി വിഭവങ്ങൾ തയ്യാറാക്കാം എന്നാണ് കാണുന്നത്, രുചികരമായ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് സ്ക്രാമ്പിൾഡ് സ്വീറ്റ് എന്ന് വിളിക്കാം. കണ്ടു കഴിഞ്ഞാൽ ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്ത പോലെയൊക്കെ ഇരിക്കും ഏകദേശം. പിന്നെ ഇത് ശരിക്കും ഇതിൻ്റെ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു വിഭവം, ഏതാണ്ട് ഇതുപോലെ ഒരു വിഭവം യൂറോപ്പിലെ ഒരു രാജ്യത്ത് വളരെ പ്രസിദ്ധമാണ്. വിയന്ന എന്ന് പറയുന്ന സ്ഥലത്ത്, വിയന്ന സ്റ്റേറ്റിൽ, ആ കൺട്രിയിൽ ശരിക്കും ഇതുപോലെ ഇതിനോട് സാമ്യമുള്ള ഒരു പലഹാരമുണ്ട്, സ്വീറ്റായിട്ട്. അപ്പോൾ അതിൽ നിന്നും പ്രചോദനം കൊണ്ടാണ് നമ്മളിതിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ ചെറിയ മാറ്റത്തോടു കൂടി. എന്തായാലും നമ്മളുടെ ഈ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ക്രാമ്പിൾ സ്വീറ്റ് ചേരുവകൾ: പാൽ 1 കപ്പ്, മുട്ട 4 എണ്ണം, മൈദാമാവ് 1/4 കപ്പ്, പഞ്ചസാര 5 ടേബിൾ സ്പൂൺ, വെണ്ണ 50 ഗ്രാം, ഉപ്പ് 1 നുള്ള്, പൊടിച്ച പഞ്ചസാര അലങ്കാരത്തിന് ആവശ്യമായത്, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റിന് ആദ്യം വേണ്ടത് 4 മുട്ടയാണ്. 4 മുട്ട പൊട്ടിച്ച ഒരു ബൗളിലേക്ക് ഒഴിക്കും. അപ്പോൾ 2 എണ്ണമായി. ഇനി 2 മുട്ടയും കൂടി. ഈ 4 മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഗ് ബീറ്ററോ അങ്ങനെ ശരിക്കും ബ്ലെൻഡറൊന്നും ആവശ്യമില്ല, അല്ലാത്തൊരു ബീറ്റർ വെച്ചിട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ പാല് 1 കപ്പ് പാല് അളന്നൊഴിക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന കപ്പ് 240 ml. 240 ml 1 കപ്പ് നിറച്ച് പാൽ. പശുവിൻ പാൽ 1 കപ്പ്. ഇനി പശുവിൻ പാൽ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, വേണമെങ്കിൽ പാൽപ്പൊടി കലക്കി ചേർത്താൽ മതിയാകും, ഒന്നും പ്രശ്നമില്ല, പാലായിരിക്കണം, അത്രേ ഉള്ളൂ. ഇനി ഈ പാല് വേണ്ട, സോയാ മിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും, ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മിക്സിംഗ് ആണ്. ഇതിപ്പോൾ 1/4 കപ്പ് മൈദാമാവ്, അതിലേക്ക് പഞ്ചസാര മധുരത്തിനനുസരിച്ചാണ് 4 മുതൽ 5 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ നമുക്ക് ഏകദേശം, എനിക്ക് ഇച്ചിരി മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആളായതുകൊണ്ടായിരിക്കാം ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. 5 ടേബിൾ സ്പൂൺ ഷുഗർ, പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയല്ല, സാധാരണ പഞ്ചസാര. അതിനോടൊപ്പം ഒരു അല്പം, ഒരു പിഞ്ച്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറിയ നുള്ള് ഉപ്പ്. ഉപ്പൊന്നും ആവശ്യമില്ല, ഇത് മധുരമുള്ളൊരു വിഭവമാണ്. പക്ഷേ എന്നാലും നമ്മൾ എരിവുള്ള വിഭവങ്ങളിൽ ഒരു അല്പം പഞ്ചസാര ചേർക്കില്ലേ, പേരിന് വേണ്ടി, കുറച്ചുകൂടി ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. അപ്പോൾ ആ എരിവുള്ള വിഭവത്തിൽ ഒരു നുള്ളു പഞ്ചസാര ചേർത്താൽ അതിന് രുചി കൂടും. അതുപോലെ മധുരമുള്ള വിഭവങ്ങളിൽ ഒരല്പം ഉപ്പ് ചേർത്താൽ അവിടെയും രുചി കൂടും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ ചേർത്തു. 1/4 കപ്പ് മൈദാമാവിലേക്ക് ഇത് ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു ചെറിയ നുള്ളു ഉപ്പ് ചേർത്തു. ഇനി ഈ മാവ് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 4 മുട്ടയും 1 കപ്പ് പാലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മിശ്രിതത്തിലേക്ക് ഇടാൻ പോവാണ്. അതിനോടൊപ്പം ഒരല്പം വാനില എസൻസ്, ഒരു ടീസ്പൂൺ, 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, ചെറുതായിട്ട് അര ടീസ്പൂൺ മതിയാകും. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര ഫ്ലേവർ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ഒന്ന് മിക്സ് യോജിപ്പിക്കാം. ചെറിയ രീതിയിലൊന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയാൽ മതിയാകും. ഒരല്പം കട്ടയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും കഴിയുന്നിടത്തോളം കട്ട കുറച്ച് എടുക്കാൻ നോക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു യോജിക്കൽ ആയിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഒരല്പം കട്ടയൊക്കെ കിടന്നാലും കുഴപ്പമില്ലാത്ത അവസ്ഥയാണ്. എങ്കിലും കഴിയുന്നിടത്തോളം നമ്മൾ കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മാവ് റെഡിയാണ്. മെയിനായിട്ടുള്ള കാര്യം എല്ലാം കഴിഞ്ഞു. ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി എന്താ വേണ്ടത്? ഇനി ഇത് തയ്യാറാക്കുന്ന ജോലി. സ്ക്രാമ്പിൾഡ് സ്വീറ്റാണ്. ഇനി ഒരു സ്ക്രാമ്പിളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം വെണ്ണ, ഉപ്പില്ലാത്ത വെണ്ണ നമുക്കിതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ഉരുകി വരട്ടെ.
അപ്പോൾ നമ്മളിങ്ങനെ ഒരു പലഹാരം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാര്യം ഇതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ പശുപാലിന് വരെ സോയാ മിൽക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പകരം ചേർക്കാം. മധുരം എന്തായാലും കുട്ടികൾക്ക് ഇച്ചിരി മധുരം വേണം, അതുകൊണ്ട് 5 ടേബിൾ സ്പൂൺ തന്നെ വേണം. പിന്നെ മുട്ടയുണ്ട്, ഇപ്പോൾ ധാരാളം പ്രോട്ടീനൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ വലിയവർക്കാണെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വൈറ്റ് മാത്രമായിട്ടും ചെയ്യാം. അപ്പോൾ അളവ് കൂട്ടുക, 4 എന്നുള്ളതൊരു 6 മുട്ടയുടെ വൈറ്റ് എടുക്കുക. പിന്നെ വെണ്ണയുടെ അളവ് കുറയ്ക്കുക. കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇതൊന്നും വലുതായിട്ട് കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വെണ്ണ ഉരുകി ഇനി ഇതിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാൻ പോവാണ്. കംപ്ലീറ്റ് ബാറ്ററും ഒറ്റ ട്രിപ്പിൽ ഞാനങ്ങ് ഒഴിച്ചു. ആലോചിക്കുന്നുണ്ടോ ഞാനിത് എന്താ കാണിക്കുന്നത്, ഇത് കംപ്ലീറ്റ് ഒഴിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു തോന്നലുണ്ടാവില്ലേ? പെട്ടെന്ന് എന്താ ചെയ്യാൻ പോണേ, ഇത് നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് അടിഭാഗം ഒന്ന് സെറ്റാകണം. അടിഭാഗം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു ഇളം ബ്രൗൺ കളറാകണം അടിഭാഗം. അപ്പോൾ നമ്മളിതിനെ തിരിച്ചിടുന്നത് ഒറ്റ ട്രിപ്പിൽ തിരിച്ചിടണം എന്നില്ല, വേണമെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്ത് 2 3 ആക്കി പീസ് ചെയ്തിട്ട് തിരിച്ചിട്ടാലും മതിയാവും. അപ്പോൾ എന്തായാലും അടിഭാഗം ഒന്ന് സെറ്റാകണം, എന്നിട്ട് നമ്മളിത് തിരിച്ചിടും. അപ്പോൾ ഇപ്പോൾ എന്തായാലും അടിഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കിങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കാണാമല്ലോ ദോശ മാതിരി ഇങ്ങനെ ഇളകി. ഇനി ഇതിനെ ഒന്ന് തിരിച്ചിടാം. 2 പീസാക്കിയിട്ട് വേണമെങ്കിലും തിരിച്ചിടാം. ഇങ്ങനെ അടിഭാഗം കണ്ടോ ബ്രൗണായി തുടങ്ങി. ഇനിയാണ് നമ്മുടെ ജോലി. ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സ്ക്രാമ്പിൾ പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി അതിനെ ചെറിയ പീസസ് ആക്കുക. ഇങ്ങനെ മുറിച്ചു കൊടുക്കുക. ഇപ്പം നമുക്കിഷ്ടമുള്ള അത്രയും വലിപ്പത്തിലും സൈസിലും ഉള്ള പീസസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഒരു ഇളം ബ്രൗൺ കളറാകുന്നവരെ, ഒരു ബ്രൗണിഷ് കളറായിട്ട് അവിടെ ഒക്കെ ഒരു ബ്രൗണായി മൂക്കുന്നവരെ നമുക്കിങ്ങനെ വഴറ്റും. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇളക്കുന്നതിനിടയ്ക്ക് തന്നെ വീണ്ടും നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. എത്രത്തോളം ഈ ഷേപ്പ് ചെയ്യാൻ പറ്റും അത്രത്തോളം. നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റിൻ്റെ ഏതാണ്ട് പകുതി സ്റ്റേജ് ആയി കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയാൽ മാത്രം മതി. വേറെ ഒരു പണിയില്ല, ഇത്രയുള്ള ജോലി. എളുപ്പമല്ലേ, പെട്ടെന്ന് തന്നെ ആയില്ലേ. ഇനി ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മളിത് ബ്രൗൺ കളറാക്കി എടുക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ അതെല്ലാം ഒരു ബ്രൗൺ കളറായിട്ട് അവിടെയൊക്കെ ബ്രൗൺ കളറായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സ്വീറ്റാണെന്ന് പറയുമെങ്കിലും ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു മധുരമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഇച്ചിരി കൂടെ സ്വീറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 എന്നുള്ളത് ഒരു 6-7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇത് പേരിന് വേണ്ടി ഒരു മധുരം ഉണ്ടാവുള്ളൂ. ഇനി അതിന് കുറച്ചുകൂടി മധുരവും അലങ്കാരവുമായിട്ട് നമ്മളതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഡസ്റ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ ഒരു അലങ്കാരം. അങ്ങനെ പൗഡേർഡ് ഷുഗർ, അതായത് പൊടിച്ച പഞ്ചസാര മുകളിലായിട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ടാണ് ഇത് വിളമ്പേണ്ടത്. അപ്പോൾ ഇതിനൊരു അലങ്കാരമായില്ല. അലങ്കാരം മാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ അതൊന്ന് ഇളക്കി കഴിക്കുമ്പോൾ കുറച്ചുകൂടി സ്വീറ്റ് ഉണ്ടാകും. അപ്പോൾ മധുരം കൂടുതൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഈ ഡസ്റ്റ് പൗഡേർഡ് ഷുഗർ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര മുകളിലിടുന്നത് വളരെ കുറച്ച് പേരിന് വേണ്ടി മതി. ഇപ്പോൾ മധുരം കുറവാണ്, ഇത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മൾ ബാറ്ററിൽ ചേർത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇച്ചിരി മധുരം വേണം. അങ്ങനെ വരുമ്പോൾ
ഈ പൊടിച്ച പഞ്ചസാര മുകളിലിടുന്നതിൻ്റെ അളവ് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടാം. 1 ടേബിൾ സ്പൂൺ വരെ മുകളിലായിട്ട് ഇങ്ങനെ ഇടാം. അപ്പോൾ അങ്ങനെ നമ്മളുടെ സ്ക്രാമ്പിൾഡ് സ്വീറ്റ് റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ ഒരു രുചി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ബോംബെ ടോസ്റ്റൊക്കെ കഴിക്കുന്നത് ബ്രെഡ് മുട്ടയിൽ മുക്കി ടോസ്റ്റ് ചെയ്തെടുക്കില്ലേ, അപ്പോൾ ഒരു ബോംബെ ടോസ്റ്റിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, ഏതാണ്ട് അതുപോലത്തെ അതിനോട് സാമ്യമുള്ള ഒരു രുചിയായിരിക്കും. എന്തായാലും കുട്ടികൾക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ മധുരം കൂട്ടി ചെയ്യുക, അല്ലെങ്കിൽ പൗഡർ ഷുഗർ മുകളിലിടുന്നതിൻ്റെ അളവ് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണ് വിചാരിക്കുന്നത്. 2ഉം എളുപ്പ വിഭവങ്ങളാണ്. അപ്പോൾ കൊഞ്ച് കൊണ്ടുള്ള ഒരു വിഭവം, കൊഞ്ച് കുഴമ്പ് എളുപ്പം തയ്യാറാക്കാം. രണ്ടാമത് കാണിച്ചതും ഒരു സ്ക്രാമ്പിൾഡ് സ്വീറ്റ്, അതും വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി ഡയോസ് മാജിക് അവൻ പവേർഡ് ബൈ ക്രസ്റ്റൻ കമ്പനിയിലൂടെ കാണാം.